പായുത്തത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശങ്കരനാരായണൻ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിലാവുന്നുണ്ട്. ഇത് ദീപ്തിയും ശ്രീയും വേദയെ വിളിച്ചറിയിക്കുന്നുണ്ട്. പക്ഷേ വേദ ഇത് വിശ്വസിക്കുന്നില്ല. ഈ വേദ അങ്ങോട്ട് ചെല്ലാനുള്ള ഇവരുടെ എല്ലാം ഒരു കളിയാണെന്നാണ് വേദ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അത് പറ്റത്തില്ല വേദ, നീ ചെല്ലണം. അച്ഛന് ചിലപ്പോൾ സീരിയസ് ആണെന്നുണ്ടെങ്കിലോ ശരിക്കും അവർ വയ്യാണ്ടായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ചെല്ലാത്തത് മോശമല്ലേ? നീ ഒരു മകളല്ലേ, എന്ത് തെറ്റ് വന്നാലും നീ അത് പുറത്ത് കാണിക്കരുത്. നീ സന്തോഷത്തോടു കൂടി തന്നെ പോയിട്ട് വാ, അച്ഛനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കുകയാണ് വിക്രമിൻ്റെ കൂടെ. അങ്ങനെ വിക്രമും വേദയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, അതെ നീ ഇങ്ങോട്ട് പെട്ടെന്ന് വരേണ്ടതൊന്നുമില്ല കേട്ടോ, അച്ഛന് സീരിയസ് ആണെന്നുണ്ടെങ്കിൽ നീ അവിടെ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം നിൽക്കുക എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ വേദ പറയുന്നുണ്ട്, ഓ അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ ഇട്ടേച്ച് പോരാനുള്ള അടവാണല്ലേ, നിങ്ങൾ അങ്ങനെ സന്തോഷിക്കേണ്ട, ഞാനും നിങ്ങളുടെ കൂടെ ഇങ്ങോട്ട് തന്നെ പോരും എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഓ നല്ല കാര്യം പറഞ്ഞാലും നിനക്ക് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ തോന്നത്തുള്ളൂ, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറയാണ്. നിനക്ക് കാശിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ തരാമെന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്ക് 1,00,000 രൂപ വേണം, എന്താ തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ, ഓ നീ അപ്പോൾ കളിക്കുകയാണല്ലേ, തമാശ പറയുകയാണോ, നല്ലതൊന്നും നിന്നോട് പറയാൻ പറ്റത്തില്ല, എന്തായാലും ഞാൻ മിണ്ടുന്നില്ല, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് ശങ്കരനാരായണന് ബോധം വന്നു എന്ന് പറഞ്ഞ് ഡോക്ടർ വരുന്നുണ്ട്. സീരിയസ്നെസ്സൊക്കെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആൾ സംസാരിക്കുന്നുണ്ട്. റൂമിലേക്ക് ഇപ്പോൾ മാറ്റും, നിങ്ങൾ നല്ല പോലെ അച്ഛനെ ശ്രദ്ധിക്കണമെന്ന് ശ്രീയോട് പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് അവരെല്ലാവരും ചെന്ന് കാണുന്നുണ്ട്. കാണുന്ന സമയത്ത് ശങ്കരനാരായണൻ, ഞാൻ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്, എപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എനിക്ക് എന്ത് പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീ പറയുന്നുണ്ട്, അച്ഛനിപ്പോൾ മിണ്ടാതെ കിടക്കുക, ഇപ്പോൾ അതൊന്നും അറിയേണ്ട സമയമല്ലല്ലോ, എന്തായാലും അപകടം നിലയൊക്കെ തരണം ചെയ്തു, കുഴപ്പമൊന്നുമില്ല, പിന്നെ അമ്മയോട് ചെന്ന് ഭക്ഷണം കഴിക്കാൻ പറയേ അച്ഛാ, ഇത്ര നേരമായിട്ടും അമ്മ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അതെ പത്മം, നീ പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ, എനിക്കിപ്പോൾ സുഖമായല്ലോ, കുഴപ്പമൊന്നുമില്ല, ഇനി ഞാൻ സുഖമായി എഴുന്നേറ്റ് വരുമ്പോഴേക്കും നീ സീരിയസ് ആയി അകത്ത് കിടന്നാൽ എന്ത് ചെയ്യുക, നീ ഭക്ഷണം കഴിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുക. ശ്രീ പറയും, നിങ്ങളെല്ലാവരും പോക്കോ, അച്ഛൻ്റെ അടുത്ത് ഞാൻ ഇരുന്നോളാം എന്ന് പറഞ്ഞ് വർഷയെയും മുത്തശ്ശിയും എല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പറഞ്ഞയക്കുകയാണ്. ഈ സമയത്താട്ടോ നമ്മുടെ വേദയും വിക്രമും അങ്ങോട്ട് കയറി വരുന്നത്. വേദയെ കാണുന്ന സമയത്ത് ശങ്കരനാരായണൻ സന്തോഷം കൊണ്ട് വേദ എന്ന് പറഞ്ഞുകൊണ്ട് തല പൊക്കുക കേട്ടോ ബെഡിൽ നിന്നും. അപ്പോഴേക്കാണ് പിറകെ വരുന്ന വിക്രമിനെ കാണുന്നത്. അപ്പോൾ ശങ്കരനാരായണൻ്റെ മുഖം ഒന്നങ്ങ് മങ്ങും കേട്ടോ. അത്ര നേരം ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ അങ്ങ് പോവും. വേദയാണെങ്കിൽ ശ്രീയെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, അച്ഛൻ ICUയിലാണ്, സീരിയസ് ആണ്, എന്നിട്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങ് റൂമിലേക്ക് മാറ്റിയോ, ബോധമൊക്കെ തെളിഞ്ഞു, ഇത്ര പെട്ടെന്ന് ബോധം വന്ന് സംസാരമൊക്കെ തുടങ്ങിയല്ലോ എന്നിങ്ങനെ പറയട്ടോ. പുച്ഛത്തിലാണ് വേദ പറയുന്നത്. അത് ശ്രീക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രീ അന്തം വിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ വേദ നീ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അച്ഛൻ ICUയിലായിരുന്നു, നിനക്ക് ഞാൻ വിളിക്കുന്ന സമയത്ത് ICUയിലായിരുന്നു, ഇപ്പോൾ ഇങ്ങ് ചേഞ്ച് ചെയ്തതേ ഉള്ളൂ, റൂമിലേക്ക് മാറ്റിയതേ ഉള്ളൂ, അച്ഛനിപ്പോൾ സംസാരിച്ചു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിലയൊക്കെ തരണം ചെയ്തു എന്ന് ഡോക്ടർ പറഞ്ഞു എന്നിങ്ങനെയൊക്കെ പറയുക കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ഇതെല്ലാം കേട്ടിട്ടൊന്നും വിശ്വസിക്കുന്നില്ല വേദ. പിന്നീട് അച്ഛൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് വേദ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അച്ഛാ ഇങ്ങനെ നാടകം കളിക്കുന്നത്, എനിക്കറിയാം നിങ്ങളുടെ എല്ലാം അഭിനയമാണെന്ന്, സാധാരണ പോലെയുള്ള എല്ലാ അടവുകളും പ്രയോഗിച്ച് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലെന്ന് കാണുമ്പോൾ ഇത്രയും വലിയ കളികളൊക്കെ നിങ്ങൾ കളിക്കുകയാണല്ലേ, ഈ കളിക്ക് വേണ്ടി ഈ ഹോസ്പിറ്റലിൽ എത്ര പൈസ നിങ്ങൾ മുടക്കി, പിന്നെ നിങ്ങളൊരു ഒരു ജഡ്ജി ആയിട്ട് പോലും എന്തിനാ ഇത്രയും തരം താണ പണിക്കൊക്കെ നിൽക്കുന്നത്, നിങ്ങളോടുള്ള എൻ്റെ ഇഷ്ടം കണക്കിലെടുത്തുകൊണ്ട് അതിനെ നിങ്ങൾ ചൂഷണം ചെയ്യാലേ, നിങ്ങൾക്ക് ഇങ്ങനെ സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ ഞാനിങ്ങോട്ട് ഓടി വരുമെന്നും എന്നെ ഇവിടെ പിടിച്ചു നിർത്താമെന്നും ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ, പക്ഷേ ഞാൻ ഒരിക്കലും വിക്രമിനെ വിട്ടും കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ ശങ്കരനാരായണനും അന്തം വിട്ടു, ഇവളെന്തൊക്കെയാണ് സംസാരിക്കുന്നത്, പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ ഈ പറയുന്നതെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ശ്രീയുടെ അടുത്ത്, ശ്രീ ഇവളുടെ അടുത്ത് പോകാൻ പറ, ഞാനിവിടെ ആകെ
വയലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ ക്ഷമയെല്ലാം പോകുന്നുണ്ട്. പെട്ടെന്ന് അപ്പം ശങ്കരൻ്റെ മുഖമൊക്കെ ഇങ്ങനെ മാറുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവളുടെ അടുത്ത് പുറത്ത് പോകാൻ പറ ശ്രീ എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ശ്രീ പറയുന്നുണ്ട്, വേദ നീ കാര്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്, പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ എന്നിങ്ങനെയൊക്കെ പറയട്ടെ. എന്നിട്ട് വേദ പറയുന്നുണ്ട്, എന്തായാലും അച്ഛന് പേടിയുണ്ടാവുമല്ലേ. അച്ഛൻ എൻ്റെ അടുത്ത് എന്നും പറയാറുണ്ടായിരുന്നു, നിൻ്റെ ഭാഗ്യം കൊണ്ടാ മോളെ ഞാൻ ഇത്രയും ഈ നിലയിലെത്തിയത്, നമുക്ക് ഇത്രയെല്ലാം സമ്പത്തുണ്ടായത്, എനിക്ക് ഇത്രയെല്ലാം നല്ല പേരുണ്ടായത്, ജോലിയായത് എല്ലാം ഇങ്ങനെ പറയാറുണ്ട് അച്ഛൻ. അപ്പോൾ ആ ഒരു ഭാഗ്യം ഞാൻ അവിടെ ചെല്ലുമ്പോൾ വിക്രമിൻ്റെ കുടുംബത്തിലും ഉണ്ടാവും, വിക്രമിൻ്റെ ജീവിതത്തിലും ഉണ്ടാവുമെന്നുള്ളത് അതുകൊണ്ടാണോ അച്ഛാ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നാലേ എനിക്കങ്ങനെ ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ വിക്രമും നേരെയാവും, നിങ്ങളെക്കാൾ കൂടുതൽ അച്ഛനോളമല്ല അച്ഛനേക്കാൾ വലിയ ആളാവും വിക്രം. എന്നിട്ടേ നിങ്ങൾ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ എഴുന്നേറ്റ് നിന്ന് വിക്രമിനെ ആദരിക്കുന്നൊരു സമയം വരും. അങ്ങനെ വിക്രമിൻ്റെ ജീവിതം ഞാൻ മാറ്റിയെടുക്കും അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് ശങ്കരനാരായണനേക്കാളും കൂടുതൽ ശ്രീക്ക് ദേഷ്യം വരുന്നുണ്ട്. പല്ലവും കൈയൊക്കെ ഇങ്ങനെ അമർത്തി പിടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ ശ്രീ. ഒന്നും പറയാനും പറ്റുന്നില്ല. അച്ഛൻ വയ്യാണ്ട് കിടക്കുന്ന സമയമല്ലേ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ നിന്നോട് പോവാനാ ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് ശങ്കരനാരായണൻ. ശരി ഞാൻ പോവന്നെ എന്നും പറഞ്ഞുകൊണ്ട് വേദയും വിക്രം പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ നമ്മുടെ വിക്രം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ശങ്കരൻ്റെ പിന്നെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം റിപ്പോർട്ടും എല്ലാം അവിടെ ഇരിക്കുന്നത് വിക്രം ശ്രദ്ധിക്കുന്നുണ്ട്. റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ വിക്രം വേദയോട് പറയുന്നുണ്ട്, നീയൊക്കെ ഒരു മകളാണോടി, നിനക്ക് ബുദ്ധിയുണ്ടോ? നീ വിദേശത്തൊക്കെ പഠിച്ചു എന്നല്ലാതെ നിനക്ക് വിവരമൊന്നും ഇല്ലാലേ. ലോകവിവരം വേണം എന്നാലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്തിനാ നിങ്ങൾ എന്നിങ്ങനെ കളിയാക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ, നിൻ്റെ അച്ഛനുണ്ടല്ലോ, അദ്ദേഹം പാവം അവിടെ സീരിയസ് ആയിട്ട് തന്നെ കിടക്കുന്നത്. ഇപ്പോഴെങ്ങാനും കണ്ണ് തുറന്നിട്ടേ ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും റിപ്പോർട്ടും എല്ലാം ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടതാ. എന്താ എന്ന് പറയാട്ടോ. അപ്പോഴേ വേദ പറയുന്നുണ്ട്, അതെ നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ കുറിച്ചിട്ട് അറിയാഞ്ഞിട്ടാ. എൻ്റെ അച്ഛനെ എങ്ങനെയുള്ള ആളാണെന്നേ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ വല്ലാതെ അതിനെ പറ്റിയിട്ട് എന്നോട് സംസാരിക്കൊന്നും വേണ്ട. വേഗം വണ്ടിയെടുത്ത് നമുക്ക് പോവാം എന്ന് പറയട്ടോ. അപ്പോഴേക്കാണ് പത്മവും മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് വരുന്നത്. ഇത് കാണുന്ന വിക്രം പറയുന്നുണ്ട്, അതാ നിൻ്റെ അമ്മ വരുന്നു, അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് തിരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വേദ അവരെ കണ്ടതും വിക്രം വണ്ടി എടുത്തിട്ട് വേഗം വണ്ടി എടുക്കാനല്ലേ പറഞ്ഞ്, നമുക്ക് പോവാം എന്ന് പറയാട്ടോ. നിൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം വന്നിട്ട് വിക്രം വണ്ടിയെടുത്ത് വേദയും കൊണ്ട് വണ്ടിയെടുത്ത് അങ്ങോട്ട് പോവുകയാണ്. പിന്നീട് വീട്ടിലെത്തിയതിന് ശേഷം വേദയെ കാണുന്ന കമല ഓടി വരുന്നുണ്ട് കേട്ടോ. മോളെ അച്ഛന് സുഖമായോ? അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, സീരിയസ് ഒക്കെ മാറില്ലേ, സീരിയസ് ആണെന്നൊക്കെ കേട്ടു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും വേദൊന്നും മിണ്ടുന്നില്ല. ഇത് കണ്ട് വിക്രം പറയുന്നുണ്ട്, അമ്മയല്ലേ പറയലേ ഇവൾക്ക് ഭയങ്കര സ്നേഹമാണ് എല്ലാവരുടെ അടുത്തും എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ എപ്പോഴും ഇവളെ പറ്റി സംസാരിക്കാറുണ്ടല്ലോ. എന്നിട്ട് ഇവളിന്നെന്താ ചെയ്തതെന്നറിയോ? അവിടെ ഒരു പാവം മനുഷ്യനെ സീരിയസ് ആയിട്ട് തന്നെ കിടന്നിരുന്നത്. ഇപ്പോഴെങ്ങാനും കണ്ണ് തുറന്നിട്ടേ ഉള്ളൂ. ഇവൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എമ്മാതിരി സംസാരിച്ചിട്ടായി വരുന്നത് നിങ്ങൾക്ക് അറിയോ എന്നിങ്ങനെ ചോദിക്കട്ടോ. അദ്ദേഹത്തെ അപമാനിച്ചു, വേദനിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് വിക്രം. അത് കേട്ടിട്ട് കമലാമ്മക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് വേദയോട് ചോദിക്കുന്നുണ്ട്, എന്താ വേദ ഈ വിക്രം ഈ പറയുന്നത്? നീ അതുപോലെയൊക്കെ സംസാരിച്ചു അച്ഛൻ്റെ അടുത്ത്? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? ആരായാലും ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കിടക്കുമ്പോൾ, ഇത്തരം അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ വേദ? നീ എന്താ ഈ ചെയ്തതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മാഷും പറയുന്നുണ്ട്, അതെ അദ്ദേഹം അഭിനയിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തത് തെറ്റ് അല്ല, അത് അഭിനയമല്ല, ശരിക്കും അസുഖമായിരുന്നു എന്നുണ്ടെങ്കിൽ നീ അദ്ദേഹത്തിൻ്റെ മകളല്ലേ, ഒരു മകളായതുകൊണ്ട് തന്നെ നീ ചെയ്തത് അതിലും വലിയ തെറ്റായിരിക്കും. എനിക്കിതിനെതിരെ ഒന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് മാഷപ്പുറത്തേക്ക് പോവുകയാണ്. ഇതെല്ലാം കേട്ട് നമ്മുടെ വേദ ഇത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾക്ക് ആർക്കും എൻ്റെ അച്ഛനെ അറിയത്തില്ല, എൻ്റെ അച്ഛൻ്റെ സ്വഭാവം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അച്ഛൻ അഭിനയിക്കുകയാണ്, എൻ്റെ ഓരോരോ രീതിയിലും ഇവിടെ നിന്ന് എൻ്റെ വിക്രമിൻ്റെ അടുത്തുനിന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കിയിട്ടും അതിന് പറ്റാത്തത് കൊണ്ട് ഈ ഒരു സീരിയസ് ആണെന്നും പറഞ്ഞുകൊണ്ട് അഭിനയിച്ചാൽ ഞാൻ വീട്ടിൽ ചെന്ന് നിൽക്കുമെന്നാണ് അച്ഛനെ വിചാരിക്കുന്നത്.
അതുകൊണ്ട് അങ്ങനെയാണ്. അല്ലാണ്ട് ഇത് ശരിക്കും അസുഖമൊന്നുമില്ല എൻ്റെ അച്ഛന്. അദ്ദേഹം സുഖമായിട്ട് ഇരിക്കണം അമ്മേ. കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് വേദ. അപ്പോഴേക്കും നന്ദിനിക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട്. നന്ദിനി പറയുന്നുണ്ട്, ഓ ഇവളെ അദ്ദേഹം അവിടെ പിടിച്ചു നിർത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒന്നും നടന്നില്ല അല്ലേ. അല്ലേ ചേച്ചി, ശ്രീ ചേച്ചി എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. ശ്രീജ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളിവിടെ നിൽക്കുന്നതുകൊണ്ട് നിനക്കെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, അതെ അവളിവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്കാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മുടെ കുടുംബത്തിനാണ്. ചേച്ചിക്കൊരു പ്രശ്നവും ഇല്ലല്ലോ, നിങ്ങളെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞ് നന്ദിനി ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. പിന്നീട് മുത്തശ്ശി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ വേദ എടുക്കുന്നില്ല. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയാൻ തന്നെയാണ് മുത്തശ്ശി വിളിക്കുന്നതെന്ന് വേദയ്ക്ക് അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കട്ടാക്കുകയാണ്. കട്ടാക്കിയതിന് ശേഷം ഫോൺ അവിടെ വെച്ച് ചാർജറിൽ വെച്ചും കൊണ്ട് വേദ പുറത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് വീണ്ടും ഫോൺ അടിക്കുന്ന സൗണ്ട് കേട്ട് കമലാമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് കമലാമ്മ ഫോൺ അറ്റൻഡ് ചെയ്യാണ്. അപ്പുറത്തൊന്നും മുത്തശ്ശി കരയുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, വേദ എവിടെ കമലം? അപ്പം കമലാമ്മ പറയുന്നുണ്ട്, അത് വേദ പുറത്തേക്ക് പോയിക്കുകയാണ്. റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഞാൻ ഫോൺ എടുത്തുന്നേ ഉള്ളൂ. അച്ഛന് സാറിന് കുഴപ്പമൊന്നുമില്ല, ശങ്കരേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അയ്യോ അങ്ങോട്ട് പൊട്ടിക്കരയാണ് മുത്തശ്ശി. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി. അദ്ദേഹം ബോധമില്ലാതെ കിടക്കുകയായിരുന്നു, സീരിയസ് ആയിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ആൾ കണ്ണ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും എൻ്റെ വേദ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവളിവിടെ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് എന്തൊക്കെ സംസാരിച്ചിട്ടാണ് പോയതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആ സമയം ഞങ്ങൾ പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇവിടെ സംഭവിക്കില്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അവളെ പറ്റിയിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമാവാണ്. അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന ശങ്കരൻ. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് ഇവിടെ. വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ട് എന്നൊക്കെ പറയുകയാണ്. എന്തായാലും വേദയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടണം നിങ്ങൾ. എന്നിട്ടൊന്ന് മാപ്പ് പറഞ്ഞാൽ പറയേ ശങ്കരൻ്റെ അടുത്ത്. അങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ സങ്കടമൊന്ന് കുറയട്ടെ, വിഷമം കുറയട്ടെ എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന കമലാമ്മ പറയുന്നുണ്ട്, ശരി ഞാൻ അങ്ങോട്ട് വേദയെ പറഞ്ഞയക്കാമെന്ന് പറയണം. അപ്പോഴേക്കും വേദ അങ്ങോട്ട് വരുന്നുണ്ട്. കമലാമ്മ വേദയെ ശാസിക്കുക കേട്ടോ. എന്തിനാ നീ ഇങ്ങനെയൊക്കെ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചത്? അച്ഛൻ അത്രയും വിഷമമായിട്ടുണ്ട്. വീട്ടിലേക്ക് പോവാൻ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞത് മുത്തശ്ശി. അപ്പോൾ നീ വേഗം തന്നെ വേഗം പോയി അച്ഛൻ്റെ അടുത്ത് മാപ്പ് പറയും. ചെയ്ത തെറ്റുകൾക്കെല്ലാം അറിയാണ്ട് പറ്റിപ്പോയതാണെന്നും പറഞ്ഞ് മാപ്പ് പറഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് വേദയെ നിർബന്ധിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്.